നമുക്ക് പഴുത്ത മാങ്ങ വെച്ചൊരടയുണ്ടാക്കിയാലോ? ഒട്ടും പുളി പാടില്ല കേട്ടോ, മധുരമുള്ള മാങ്ങയായിരിക്കണം. മിക്സിയുടെ ജാറയിലേക്ക് കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചീനിച്ചട്ടിക്കകത്തേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ ഉരുകട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പുണ്ടല്ലോ, നുറുക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ആ നെയ്യ് ഉരുകി വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് വറുത്തതിൻ്റെ ശേഷം നമുക്ക് ഈന്തപ്പഴം ഉണ്ടല്ലോ, അതിൻ്റെ കുരുക്കളെല്ലാം കളഞ്ഞിട്ട് കുറച്ച് ഈന്തപ്പഴം അത് നെയ്യിലേക്കിട്ട് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് മാങ്ങ ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്നതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏലക്കയും ജീരകവും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനാവശ്യമായ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളുണ്ടല്ലോ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളവിടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഈന്തപ്പഴവും അതും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഉരുട്ടി അവിടെ വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമായി വേണ്ടത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ. അതെന്തിനാണെന്നോ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വാഴയില എടുത്തിട്ട് അത് കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകളും ഇലയിലേക്ക് വെച്ച് വെളിച്ചെണ്ണ മുക്കി നമുക്ക് അത് പരത്തിയെടുക്കണം കേട്ടോ. ഒട്ടും കട്ടി പാടില്ല, എല്ലാ ഭാഗവും ഒരേപോലെ പരത്തി എടുത്തിട്ട് നമുക്ക് അത് മടക്കി യോജിപ്പിക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം തന്നെ അത് നമുക്കിങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് പെറുക്കി വെക്കാം കേട്ടോ. ഓരോന്നും അപ്പച്ചെമ്പിലേക്ക് പെറുക്കി വെക്കാം. എന്നിട്ട് അതൊരു അരമണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് കൈകൊള്ളാത്ത രീതിയിൽ അതൊന്ന് മറിച്ചൊക്കെ ഇട്ട് ഒന്നും കൂടെ വേവിക്കാം കേട്ടോ. അരമണിക്കൂർ കൊണ്ട് നമ്മുടെ അട റെഡിയായി. നമുക്കിനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ.